إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൃത്യമായി നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിൽ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പിതാവ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. നമ്മുടെ പിതാക്കളെ കുറിച്ച് നാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഏറ്റവും ഉന്നതനായ ഒരു പുരുഷനായിട്ട് നമ്മുടെ ഉപ്പമാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തിന്റെയും സന്താനത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് രാപ്പകലില്ലാതെ നിരന്തരമായി അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ഉപ്പമാർ. അങ്ങനെയുള്ള നമ്മുടെ ഉപ്പമാരെ കൃത്യമായി പരിഗണിക്കുകയും പരിചരിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സഹവസിക്കുകയും ചെയ്യേണ്ടുന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ
പിതാവിനെ പരിഗണിക്കുക എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ള വിഷയമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. പിതാവിന്റെ കോപം അത് പ്രപഞ്ചലോക രക്ഷിതാവിന്റെ കോപത്തിന് തുല്യമായും ആ പിതാവിന് ഏതെങ്കിലും രൂപത്തിലുള്ള അനിഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റബ്ബിന് നമ്മളോടുള്ള കോപത്തിന് കാരണമാകും എന്നുള്ളതും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് ആ റബ്ബിന് നമ്മളോട് കൃത്യമായ സംതൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പിതാവിന് നമ്മുടെ കാര്യത്തിൽ സംതൃപ്തരാണോ എന്ന് നാം ആലോചിച്ച് നോക്കിയാൽ മാത്രം മതിയാകുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ കലാമിന്റെ വചനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നാം മനസ്സിലാക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചില ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖല്ലാ റബ്ബുക, നിന്റെ റബ്ബിദാ വിധിച്ചിരിക്കുന്നു, വബിൽ അല്ലാ തഅ്ബുദു, ആ റബ്ബിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, ആ റബ്ബിനെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളുടെ റബ്ബിദാ വിധിച്ചിരിക്കുന്നു. അതുമാത്രമല്ല വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം, നന്മ പ്രവർത്തിക്കണമെന്നും അള്ള വിധിച്ചിരിക്കുകയാണ്. അള്ളാനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ തൊട്ട് ഉടനെ തന്നെ അള്ള പറഞ്ഞത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നുള്ളതാ. അതായത് റബ്ബിനോടുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അധികം ഈ ദുനിയാവിൽ ബാധ്യത വരുന്നത് എവിടെയാണ്? നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ അത്രയും ഗൗരവമുള്ളൊരു ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ, നമ്മൾ മനസ്സിലാക്കണം, ആ മാതാപിതാക്കളിൽ ഒരാൾ, അതായത് നമ്മുടെ ഉപ്പ, നമ്മുടെ പിതാവ്, നമ്മുടെ ഉപ്പാക്ക് പ്രായമായി, പിതാവിന് വയസ്സെത്തി വാർദ്ധക്യമായി, ആ വാർദ്ധക്യമാകുന്ന സമയത്ത് നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ കൂടെ നമ്മുടെ ഉപ്പയുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല ഔ കിലാഹുമാ, ആ മാതാപിതാക്കൾ രണ്ടുപേരും തന്നെയോ ഉമ്മയും ഉപ്പയും ആയിക്കൊള്ളട്ടെ, അവരുടെ വാർദ്ധക്യ സമയത്ത് നമ്മുടെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഖുർആനിന്റെ വചനമാണ്, റബ്ബിന്റെ കൽപ്പനയാണ്, ഛേ എന്ന് നിങ്ങൾ അവരോട് പറയരുത്. പല രൂപത്തിലുള്ള വാർദ്ധക്യ സമയത്ത് പല അനിഷ്ടകരമായ പ്രവർത്തനങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. നമ്മുടെ ഉപ്പയ്ക്ക് പ്രായമായി, നാം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ സമകാലിക യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏതെല്ലാം സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നിടത്തേക്ക് ഉപ്പയ്ക്ക് ഓടിയെത്താൻ സാധിക്കില്ല. കാരണം അവർക്കൊരുപാട് പ്രായമായി. അവർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനോ നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് സമകാലികമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനോ ഒരുപക്ഷെ നമ്മുടെ ഉപ്പമാർക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പമാരുടെ പല വാക്കുകളും പല പ്രവർത്തനങ്ങളും പല രീതികളും അതുമായി യോജിച്ചു പോകാൻ നമുക്ക് പലപ്പോഴും പല പാടുകളുണ്ടാകും, പ്രയാസം ഉണ്ടാകും. അങ്ങനെയൊക്കെ വന്നാൽ പോലും ഒരു അനിഷ്ടകരമായ ഉപ്പയുടെ മനസ്സ് വേദനിക്കുന്ന, ഉപ്പാടെ മനസ്സ് വിഷമിക്കുന്ന രൂപത്തിൽ ഒരു നീക്കമോ സമീപനങ്ങളോ നോട്ടങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ രണ്ടുപേർ അവർ പ്രായമെത്തുകയാണ്, വാർദ്ധക്യമെത്തുകയാണ്, വേണ്ട ആരോഗ്യമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പോലും അവർ എന്ത് ചെയ്താലും അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ഒന്ന് പോയേ ഉമ്മ, ഒന്ന് പോയേ ഉപ്പ, നിങ്ങളാൽ ഇതെന്താ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തത് എന്നുള്ള രൂപത്തിലൊന്നും ഒരു കർക്കശമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളോ നോട്ടങ്ങളോ പെരുമാറ്റങ്ങളോ പ്രിയമുള്ളവരെ നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കാൻ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് എതിർത്ത് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഏറ്റവും മാന്യമായിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല കാരുണ്യപരമായിട്ടായിരിക്കണം നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുൽ മിനർ റഹ്മ, അതുപോലെ തന്നെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തിന്റെ, എളിമയുടെ, കാരുണ്യത്തിന്റെ, സ്വാന്തനത്തിന്റെ,
താഴ്മയുടെ ചിറകുകൾ അവർക്ക് മുമ്പിൽ വിരിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പ്രിയമുള്ളവരെ, നമുക്കറിയാലോ, നമ്മുടെ പിഞ്ചു പൈതലുകൾ, നമ്മുടെ മക്കൾ ആ ചെറുപ്രായത്തിൽ അവർ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ദുനിയാവിലേക്ക് പിറന്നു വീണ സമയത്ത് നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെയാ കരുണ കാട്ടിയിരുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാ സ്നേഹിച്ചിരുന്നത്? അവരെങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്തിരുന്നത്? എൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ചെറിയ പൈതലിനെ, 1 വയസ്സായ അതല്ലെങ്കിൽ അതിനേക്കാൾ താഴെ പ്രായമുള്ള ചെറുകുട്ടിയെ അവരുടെ മാതാപിതാക്കൾ പരിചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് തന്നെ അവരോട് പ്രത്യേകമായൊരു വാത്സല്യം തോന്നാറില്ലേ? ഒരു കാരുണ്യം തോന്നാറില്ലേ? റബ്ബേ, എങ്ങനെയാണോ എൻ്റെ മാതാപിതാക്കൾ എന്നോട് കാരുണ്യം കാട്ടിയിട്ടുള്ളത്, അതുപോലെ എൻ്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം കാണിക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. കാരണം നമ്മുടെ ഉപ്പമാർ പ്രായമായവരാണ്, നമ്മുടെ ഉമ്മമാർ പ്രായമായവരാണ്. അവർക്ക് പല രൂപത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന രൂപത്തിലേക്ക് ചിന്തിച്ചെത്താനും പ്രവർത്തിച്ചെത്താനും നമുക്കൊപ്പം എത്താനും ഒരു പക്ഷേ അവർക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാ രൂപത്തിലും അവരുടെ ചിന്തകൾക്കതീതമായി നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യമായി നിലകൊള്ളാൻ, അവർക്ക് സഹായകമാകുന്ന രൂപത്തിൽ വർത്തിക്കാൻ, എല്ലാ രൂപത്തിലും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത് പ്രായമുള്ളവരാണെങ്കിലും ആരോഗ്യമുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും എല്ലാ നിലക്കും മാതാപിതാക്കൾക്ക് മുമ്പിൽ കാരുണ്യത്തോടു കൂടി വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉപ്പമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക് പ്രായം ചെന്നിട്ടുണ്ട്. അയാളുടെ താടിയും മുടിയുമൊക്കെ നരച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണിന്റെ കാഴ്ചകൾ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ കൈകാലുകൾക്ക് ആരോഗ്യം കുറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ശരീരത്തിന് വല്ലാതെ ക്ഷീണം സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അവർക്ക് ക്ഷീണം വന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, അവരുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ശരീരത്തിന് ബലഹീനത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് പറ്റേ ക്ഷീണം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്ഷീണമാണ് നമ്മുടെ ആരോഗ്യമെന്ന് നമ്മൾ മറന്നു പോകരുത്. രാപ്പകലില്ലാതെ അക്ഷീണമായിക്കൊണ്ട് നമ്മുടെ ഉപ്പമാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. നമ്മൾ എല്ലാ വിധത്തിലുമുള്ള പ്രയാസങ്ങൾ തിരിച്ചുകൊണ്ട്, എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാ. വിശപ്പിനെ നമ്മൾ മാറ്റിവെക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നു, എല്ലാ വിധത്തിലുമുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾ വിശപ്പ് കൊണ്ട് കരയാതിരിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബം സമാധാനത്തോടുകൂടി കഴിയുന്നതിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നില്ലേ? ഈ ഇത്രയധികം പോസിറ്റീവായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള സാധ്യതകളുള്ള ഈ കാലഘട്ടത്തിൽ പോലും നമ്മളിങ്ങനെ പണിയെടുക്കുന്നുണ്ട്, പ്രയാസം സഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉപ്പമാരുടെ അവരുടെ ആരോഗ്യമുള്ള സമയത്ത് ആ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രയാസങ്ങളായിരിക്കും നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടാവുക എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. പലപ്പോഴും നമ്മുടെ ഉമ്മമാരുടെ വിഷമങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർക്കൊരു വിഷമം വന്നാൽ നമ്മുടെ ഉമ്മമാര് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കരയും. അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ അവർ എണ്ണിപ്പറക്കി നമ്മളോട് സംസാരിക്കും. പക്ഷേ ഒരു ഉപ്പ പോലും വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. ഒരു ഉപ്പ കരയുന്നത് നമ്മൾ ആരും കണ്ടിട്ടുണ്ടാകില്ല. ഒരു ഉപ്പയുടെ സങ്കടകരമായ വാർത്തകൾ ഒരു ഉപ്പ വിഷമസമേതം പറയുന്നത് ഞാനും നിങ്ങളും ഇന്നേ വരെ കേട്ടിട്ടുണ്ടാകില്ല. പക്ഷേ ഉപ്പമാരായ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്കൊരു വിഷമം വന്നാൽ, എന്തിനധികം ഉപ്പമാരെ കുറിച്ച് പറയണമെന്നില്ല, എൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരായ ആണുങ്ങളായ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്കൊരു വിഷമം വരുമ്പോൾ ആ വിഷമം നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുമോ? മറ്റാരോടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യോ? സങ്കടം വന്നാൽ, സങ്കടം പൊട്ടി വന്നാൽ നമ്മൾ 4 ആൾ കാണിക്കേ നമ്മൾ കരയോ? ഇല്ലല്ലോ. അത് മനസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരാരും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ
പൊത്തിപ്പിടിച്ച് നടക്കും. എൻ്റെ വിഷമങ്ങൾ മറ്റുള്ളവർ കാണരുത്, എൻ്റെ വിഷമങ്ങൾ മറ്റുള്ളവർ അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മുടേതായി മാത്രം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ഉള്ളിലൊതുക്കി നടക്കും. പക്ഷേ നമ്മുടെ ഉപ്പമാർ എത്രത്തോളം വലിയ ത്യാഗങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. പിതാവിന്റെ വിഷമങ്ങളോ പിതാവിന്റെ സങ്കടങ്ങളോ ഇന്നേ വരെ കാണാനോ കേൾക്കാനോ ഒരാളും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിന് വേണ്ടിയാണ് ഉപ്പമാർ പണിയെടുക്കുന്നത്. ഒരു പരിഭവവും അവർ പറയാറില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തതാണ് ആ ഉത്തരവാദിത്തം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. സ്ത്രീകളെക്കാൾ പല വിഷയങ്ങളിലും കഴിവും പ്രാപ്തിയും ഉള്ളവരാണ്. എല്ലാ രൂപത്തിലും സാമ്പത്തികമായ മേഖലകൾ കുടുംബത്തിന്റെ കാര്യത്തിൽ ചെലവഴിക്കുന്നവരാണ് ഉപ്പമാർ. അല്ലാഹ് പ്രത്യേകമായൊരു ഡ്യൂട്ടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന. മക്കളെ മുലയൂട്ടി വളർത്തുക എന്നുള്ളത് ഉമ്മമാരുടെ ബാധ്യതയാണെന്നുണ്ടെങ്കിൽ ആ മക്കൾക്കും കുടുംബത്തിനും റിസ്ഖ് ഭക്ഷണം നൽകുക എന്നുള്ളതും അവർക്ക് വേണ്ടുന്ന വസ്ത്രം നൽകുക എന്നുള്ളതും സമാധാനപരമായി അവർ ജീവിക്കുവാൻ ഉതകുന്ന എല്ലാ ആവശ്യങ്ങളും കുടുംബത്തിന് വേണ്ടി പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഉപ്പമാരുടെ മേൽ അള്ളാഹ് വിധിച്ചിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹ് ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങൾ കൃത്യമായി നിന്നുകൊണ്ട് അവർ അത് പൂർത്തീകരിച്ചെടുക്കുകയാണ്. അത് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തമാണ്. അതിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അക്ഷീണമായി നിന്നുകൊണ്ട് നമ്മുടെ ഉപ്പമാർ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു കുറ്റവും സങ്കടവും നമ്മുടെ മുമ്പിൽ ഉപ്പമാർ പറയാറില്ല. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ ഉപ്പമാരെ നമ്മൾ തിരിച്ചറിയണം. ഉപ്പമാർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുമുള്ള, നമ്മുടെ പിതാവിന് വേണ്ടുന്ന എല്ലാ വിധത്തിലുമുള്ള പെരുമാറ്റ മര്യാദകളും നമ്മുടെ ഉപ്പമാരോട് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മാന്യമായിട്ട് മാത്രമാണ് നമ്മുടെ പിതാക്കന്മാരോട് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവർക്ക് വിഷമകരമാകുന്ന ഒരു വർത്തമാനങ്ങൾ പോലും നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബിയിൽ കൃത്യമായ മാതൃകയുണ്ട് നിങ്ങൾക്ക്. വത്തബിഉ മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് നിങ്ങൾ തീർച്ചയായും പിൻപറ്റണമെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ ഒരു വാക്കുകൾ കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? സ്വന്തം പിതാവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിനെതിരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പ എതിർത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിമേ, നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, നീ പറയുന്ന വാക്കുകളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഇവിടെ നിൽക്കണ്ട, എന്റെ തണലിൽ ജീവിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഈ വീട്ടിൽ നിന്നെങ്ങാലും നീ ഇറങ്ങിപ്പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അർജുമന്നക്ക, നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വാപ്പമാരാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഇനി മുതൽ ഇത്ര നാൾ കഴിഞ്ഞു, ഇനി എന്റെ തണൽ പറ്റിക്കൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എവിടേക്കാന്ന് വെച്ചിറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ വാപ്പമാരാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ എന്തായിരിക്കും അവരോട് തിരിച്ചു പറയാ? നമുക്ക് ദേഷ്യം വരും അല്ലേ? അവരോട് വല്ലാത്ത രൂപത്തിലുള്ള കാർക്കശ്യത്തോടു കൂടി സംസാരിക്കും. നമ്മൾ എല്ലാ വിധത്തിലുമുള്ള എനർജി എടുത്തുകൊണ്ട് അവരോട് നമ്മൾ പോരാടും. ഇന്ന് അതിന് മടിയില്ലാത്ത, സ്വന്തം ചോരകളെ വരെ, മാതാപിതാക്കളെ, മക്കളെ കൊന്നുകളയാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഈ ഇന്നിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പിതാവ് നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാം പിതാവിനോട് പറയുന്ന മറുപടിയുണ്ട്. എന്താണെന്നറിയോ? 4 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ.
ഇവിടെയൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്നത് യാ അബത്തി, യാ അബത്തി, യാ അബി എന്നല്ല, എന്റെ വാപ്പ എന്നുള്ളതല്ല, യാ അബത്തി. അറബി ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും യാ അബത്തി എന്ന് പറഞ്ഞാൽ എല്ലാ രൂപത്തിലുമുള്ള വിനയത്തോടുകൂടി, എല്ലാ രൂപത്തിലുള്ള താഴ്മയോടുകൂടി, എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് വല്ലാത്ത വിനയത്തോടുകൂടി വിളിക്കുന്ന വാക്കാണ് യാ അബത്തി, എന്റെ പൊന്നുപ്പ എന്നാണ് അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളോട് എത്രത്തോളം കാർക്കശ്യമായി, ദേഷ്യത്തോടുകൂടി, വിഷമത്തോടുകൂടി, പ്രയാസത്തോടുകൂടി നമ്മുടെ ഉപ്പമാർ നമ്മോട് പെരുമാറിയാലും തിരിച്ച് നമ്മുടെ ഉപ്പമാരോട് കയർക്കാനോ എതിർക്കാനോ എതിർത്ത് സംസാരിക്കാനോ പ്രയാസകരമാകുന്ന രൂപത്തിൽ ഒരു നോട്ടം കൊണ്ടുപോലും അവരെ വിഷമിപ്പിക്കാനോ നമുക്ക് പാടില്ലാത്ത വിഷയമാണെന്ന് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാ രൂപത്തിലുമുള്ള സ്വാതന്ത്ര്യമായി നിലനിൽക്കാൻ, അവർക്കെല്ലാ രൂപത്തിലുമുള്ള സഹായമായി വർത്തിക്കാൻ, എല്ലാ രൂപത്തിലും താങ്ങും തണലുമായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള മക്കൾക്ക് മാത്രമാണ് വിജയമുണ്ടാവുക ഇരു ലോകത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സ് വിഷമിക്കുന്ന രൂപത്തിലുള്ള ഒരു നോട്ടമോ പെരുമാറ്റങ്ങളോ സമീപനങ്ങളോ ഒരു വാക്കോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് തന്നെ അവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നുള്ളത് ഒരുപാട് ചരിത്രങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനും ഹദീസുകളിലൂടെയും സത്യമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എത്രത്തോളം പ്രവർത്തനങ്ങൾ ചെയ്താലും നമ്മുടെ ഉപ്പമാരോടുള്ള കടമകൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് പണ്ടുകാലങ്ങളിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സ്വന്തം പിതാവിനെ ഒരു അടിമയായി, ഒരു കച്ചവടച്ചരക്കായിട്ട് മാർക്കറ്റിൽ ഒരാൾ കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ഉപ്പയെ അടിമയായി വിൽക്കാൻ വെച്ചിരിക്കുന്ന അവിടെ ചെന്നുകൊണ്ട് അയാൾ പറയുന്ന ഏറ്റവും മുന്തിയ രൂപത്തിലുള്ള വസ്തുക്കൾ പകരമായി കൊടുത്ത്, വില കൊടുത്തുകൊണ്ട്, കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് നിന്റെ ഉപ്പയെ നീ വാങ്ങി മോചിപ്പിച്ചാലും ശരി, ഉപ്പയോടുള്ള ബാധ്യതകളും കടമകളും പൂർത്തീകരിക്കാൻ അതുകൊണ്ടും നിനക്ക് സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. സഹോദരങ്ങളെ, എത്ര കോടി രൂപ നമ്മൾ പകരമായി വെച്ചാലും നമ്മുടെ ഉപ്പയോടുള്ള സഹവാസത്തിന്, നമ്മുടെ ഉപ്പയോടുള്ള കടമകളും ബാധ്യതകളും പൂർത്തീകരിക്കുന്നതിന് അത് പകരമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം നമ്മൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയാലും ആ സമ്പാദ്യങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ ഉപ്പയോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, ധാരാളം പൈസയുണ്ട്. ആ പൈസയിൽ നിന്ന് വാർദ്ധക്യത്തിലെത്തിയ വയസ്സായ നമ്മുടെ ഉപ്പ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു 10 രൂപ നമ്മളോട് ചോദിക്കാണ്ടെടുത്താൽ പോലും മക്കൾ ഇന്ന് ചൂടാവാണ്, ദേഷ്യപ്പെടാണ്. എന്നോട് ചോദിക്കാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുക്കാൻ നിങ്ങളാരാ? നിങ്ങൾക്കെന്താ അവകാശം? സഹോദരങ്ങളെ, അങ്ങനെ ചോദിക്കാൻ നമുക്കെന്താ അവകാശം എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരിക്കലൊരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഏ നബിയെ, ഇന്നലി മാലൻ വവലദ, എനിക്ക് സന്താനങ്ങളുണ്ട്, ആവശ്യത്തിലേറെ സമ്പാദ്യവുമുണ്ട്. വ ഇന്ന അബി യുരീദു അൻ യഹ്താജു മാലി, തീർച്ചയായും എൻ്റെ പിതാവ് എൻ്റെ സമ്പത്ത് എടുക്കുന്നതിനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കാതെ എൻ്റെ പൈസ എടുക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഒരു ശീലമാണ്, അങ്ങനെ എടുക്കാൻ എൻ്റെ പിതാവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻത വമാലുക ലി അബീക്, നീയും നിന്റെ സമ്പാദ്യവുമൊക്കെ നിന്റെ ഉപ്പയുടേതാണ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ ഉപ്പ ചോദിക്കാതെ ഒരു 10 രൂപ എടുത്താൽ, ഉപ്പയ്ക്ക് ആവശ്യമുള്ള സമ്പാദ്യം എടുത്താൽ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കാനുള്ള ഒരവകാശവും നമുക്കില്ല. കാരണം സ്വന്തം ഉപ്പ ചോരയും നീരും ഒഴുക്കിയതിൻ്റെ പ്രതിഫലമാണ് ഈ ഇരിക്കുന്ന നമ്മളെന്ന് മനസ്സിലാക്കണം. ഉപ്പയുടെ ആരോഗ്യമുള്ള സമയത്ത് ഉപ്പ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഉപ്പ അന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ആരോഗ്യത്തോടുകൂടി സമ്പാദിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യവും നമ്മളുമൊക്കെ നമ്മുടെ ഉപ്പയുടേത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. സാമ്പത്തിക വിഷയങ്ങളിൽ വാർദ്ധക്യത്തിലെത്തിയ പ്രായമായ നമ്മുടെ ഉപ്പമാർക്ക് ഒരുപക്ഷെ അവരുടെ ആരോഗ്യമുള്ള സമയങ്ങളിൽ പണിയെടുത്തതുപോലെ പണിയെടുക്കാനോ സാമ്പത്തികമായ വിഷയങ്ങൾക്ക്
കൈകാര്യം ചെയ്യാനോ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉപ്പയ്ക്ക് സ്വാതന്ത്ര്യമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. ഉപ്പയുടെ സാമ്പത്തിക വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഉപ്പ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്ന ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഉപ്പയ്ക്കൊരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു 10 രൂപ ഒരാളുടെ അടുക്കൽ കൈ ചോദിക്കേണ്ടുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി, ഉപ്പ എന്നും നിർഭയത്വത്തോടു കൂടി കഴിയാൻ വേണ്ടി, അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മക്കളായ നമ്മൾ ഗൗരവത്തിൽ ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് സമ്പാദ്യമുണ്ടെങ്കിൽ ആ സമ്പാദ്യം കൈകാര്യം ചെയ്യാൻ നമ്മളെക്കാളേറെ അവകാശം നമ്മുടെ ഉപ്പയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിതാക്കളെ ചേർത്ത് പിടിക്കാൻ, വാപ്പമാരെ ചേർത്ത് പിടിക്കാൻ, സ്വാതന്ത്ര്യമായി നിലകൊള്ളാൻ, ആ എല്ലാ വിഷയങ്ങളിലും, ആരോഗ്യത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും, സമ്പത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും, കുടുംബത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും, സമൂഹത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും, എന്താണെങ്കിലും ഉപ്പയുടെ മുകളിൽ അധികാരം ചെലുത്തുന്ന ഒരു അവസ്ഥ മക്കളായ നമുക്കുണ്ടാകാൻ പാടില്ല. ഉപ്പയ്ക്ക് മുകളിൽ കയറി ഒരു തീരുമാനം പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉപ്പയായിരിക്കണം എപ്പോഴും മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ആ രൂപത്തിൽ ഉപ്പയുടെ അഭിമാനം ക്ഷതം വരുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ ഒരു സമീപനങ്ങൾ കൊണ്ടുപോലും നമ്മുടെ ഉപ്പയെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരോടൊപ്പം എല്ലാ നിലക്കും എല്ലാ രൂപത്തിലും ഒപ്പം നിന്നുകൊണ്ട് കുടുംബത്തിന്റെ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. ഉപ്പമാർക്കൊരു വേദനയായി മാറാതിരിക്കാൻ എന്നും നമ്മുടെ വാക്കുകളെയും പെരുമാറ്റങ്ങളെയും നോട്ടങ്ങളെയും സംസാരങ്ങളെയും അതീവ ശ്രദ്ധയോടുകൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള വീഴ്ചകൾ ഈ വിഷയങ്ങളിൽ ഉപ്പമാരോടുള്ള സമീപനങ്ങളിൽ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗത്തിൽ പോകാൻ എളുപ്പവഴി അന്വേഷിച്ച് നടക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏറ്റവും നല്ല വഴിയാണ് മാതാപിതാക്കൾ എന്നുള്ളത്. അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ സഹവസിച്ചുകൊണ്ട് സ്വർഗം നേടാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വിഷയത്തിലാണെങ്കിലും പിതാവിൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഒരു ഹദീസ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുകയാണ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകളുണ്ട്. ഈ 3 പ്രാർത്ഥനകൾ അല്ലാഹ് മറയില്ലാതെ സ്വീകരിക്കും, അല്ലാഹ് തട്ടിക്കളയില്ല എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ പ്രാർത്ഥന ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റൊരാൾക്കൊരു പ്രയാസമുണ്ടായി അവൻ നമുക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കും, തട്ടിക്കളയില്ല. വദഅവത്തുൽ മുസാഫിർ, രണ്ടാമത്തെ പ്രാർത്ഥന യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ദീർഘദൂര യാത്ര ചെയ്യുന്നവൻ അവന്റെ യാത്രക്കിടയിൽ നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മൂന്നാമത്തെ പ്രാർത്ഥന മക്കൾക്കെതിരായി മാതാപിതാക്കളുടെ പ്രാർത്ഥന. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് മാതാപിതാക്കൾ പറഞ്ഞു പോയാൽ അത് അല്ലാഹ് സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ മനസ്സ് നൊന്ത് എന്തെങ്കിലും ഒന്നും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് ചെയ്യില്ല, അത് തട്ടിക്കളയൂല. അതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ പറയുന്നതല്ല, പ്രയാസകരമാകുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു വിഷമം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായാൽ അവർ നമുക്കെതിരെ മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹ് ഉറപ്പായും സ്വീകരിക്കും. അതുകൊണ്ട് എല്ലാ നിലക്കും സ്വർഗം നേടാൻ വേണ്ടി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തു നിന്നൊരു വിഷമം പോലും പ്രയാസം പോലും നമ്മുടെ മാതാപിതാക്കൾക്ക് ഇല്ലാതിരിക്കാൻ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും അവർക്ക് സപ്പോർട്ടായി നിലനിൽക്കാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളായ മക്കളിൽ
നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് കാര്യങ്ങളെ കൃത്യമായി പഠിക്കുവാനും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നതിയിലെത്തുവാനും അവരുടെ ജോലിയിൽ അഭിവൃദ്ധിയിലെത്തുവാനും അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ ധാരാളം വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ പല നാടുകളിൽ നിന്നായി വന്നുകൊണ്ട് പല വ്യത്യസ്തമായ കോഴ്സുകളിൽ പഠനം നടത്തുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അവരുടെ പഠനങ്ങളിൽ ബുദ്ധിപൂർവ്വം സമീപിക്കുവാനും തുടർന്ന് അവരുടെ പഠനശേഷമുള്ള അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്തുവാനും അല്ലാഹു ആ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ കഴിവും തൗഫീഖും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.